ഹലോ. നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്താലോ? ദാ ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലത്തെ ആ നീരും വേസ്റ്റുകളൊക്കെ നമുക്കിങ്ങനെ കഴുകി വൃത്തിയാക്കാം ട്ടോ. ഇതാ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറുള്ളിയാണ് ട്ടോ എടുത്തേക്കണേ. സവാള എടുത്തു കഴിഞ്ഞാൽ ഒരു മതിരിപ്പ് വരും. ചെറുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ട്ടോ. അതാ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ദാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം മൂപ്പിക്കുക. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് സ്മെല്ലൊക്കെ മാറണ വരെ മൂപ്പിക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ വഴന്നതിന് ശേഷം ദാ ഒരു തക്കാളി ഇട്ടിട്ട് നന്നായി വാട്ടുന്നുണ്ട്. ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതെന്താ വെച്ചാൽ ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലും കൂടുതലോ കുറവോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കണമായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഒഴിച്ചിട്ടാണ് വേവിച്ചത്. ഒരു 10 മിനിറ്റ് കേട്ടോ, അതിനപ്പുറം വേവിക്കേണ്ട. എന്നാലും ഒന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് നോക്കിയതിന് ശേഷം എന്താ എണ്ണ തെളിഞ്ഞ് നിൽക്കണം കാണാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ ഒക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.